ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈൽസ് ഓഫ് സ്മൈൽസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ലോകത്തിലെ മലയാളികൾ കാണിച്ചു കൊടുത്ത ശ്രീമാൻ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം അല്ലെങ്കിൽ ഇനിയും പോയി താമസിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു രാജ്യം, അതായത് മോണ്ടിനീഗ്രോ എന്ന രാജ്യത്തെ പറ്റിയുള്ള ഒരു ട്രാവൽ വ്ലോഗാണ്. അപ്പോൾ യു കെയിൽ നിന്നാണ് നമ്മൾ മോണ്ടിനീഗ്രോയിൽ പോയത്. യു കെയിലുള്ളവർക്ക് മോണ്ടിനീഗ്രോയിൽ പോകാൻ വിസയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് നമുക്ക് BRP കാർഡ് കാണിച്ച് നമുക്ക് മോണ്ടിനീഗ്രോ പോകാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വിസ എടുക്കണം. ഫ്ലൈറ്റ് ചാർജ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷേ യു കെയിൽ നിന്ന് എളുപ്പമാണ് നമുക്ക് മോണ്ടിനീഗ്രോയിൽ പോകാനായിട്ട്. നമ്മൾ ആദ്യം മോണ്ടിനീഗ്രോയിലോട്ടല്ല പോകുന്നത്, നമ്മൾ അൽബേനിയ എന്ന് പറയുന്ന മോണ്ടിനീഗ്രോയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു കൺട്രിയിലോട്ടാണ് പോകുന്നത്. കാരണം മോണ്ടിനീഗ്രോയിലോട്ടുള്ള ഫ്ലൈറ്റ് ചാർജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. പക്ഷേ അൽബേനിയയിലോട്ട് നമുക്ക് പെർ ഹെഡ് എന്ന് പറയുന്നത് 13 pounds ആണ് നമുക്ക് ആവുള്ളൂ. പക്ഷേ നമുക്ക് സീറ്റ് സെലക്ഷൻ ഒന്നും പറ്റില്ല. എന്നാൽ നമുക്ക് ഫ്ലൈറ്റ് ചാർജ് ഒരാൾക്ക് 13 pounds, അതിലും കുറവ് കിട്ടും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത്രേ ആവുള്ളൂ നമുക്ക് ഒരാൾക്കുള്ള ഫ്ലൈറ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പം അൽബേനിയ എന്ന് പറഞ്ഞാൽ മോണ്ടിനീഗ്രോയുടെ തൊട്ടടുത്തുള്ള രാജ്യം. അങ്ങോട്ട് പോകാനും നമുക്ക് വിസ വേണ്ട, നമ്മുടെ BRP കാർഡ് മാത്രം മതി ലണ്ടനിലുള്ളവർക്ക്, യു കെയിലുള്ളവർക്ക്. അപ്പോൾ നമ്മൾ ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് അൽബേനിയയിലോട്ടുള്ള ഫ്ലൈറ്റിൽ പോയി. അവിടെ ചെന്ന ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ നമുക്ക് പാടായതുകൊണ്ട് നമ്മൾ ഒരു കാറ് റെൻറ്റിനെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഇഷ്ടംപോലെ റെൻ്റ് കാർ സർവീസുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കാറ് റെൻ്റ് എടുക്കുന്നത് നമുക്ക് ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ് കൊണ്ടും എടുക്കാൻ പറ്റും. അതുപോലെ UK ലൈസൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് ആണെങ്കിൽ നമുക്ക് ഒരു കാറ് റെൻ്റ് എടുക്കാൻ പറ്റും. അതിന് ഏകദേശം ഒരു 4 days നമുക്കായത് ഒരു 200 pounds ആണ്. 200 to 250 pounds ആവും. അത് ഡിപ്പെൻഡ് നമ്മൾ ഏത് കടയിൽ കയറുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. നമുക്ക് അവിടെ ഒത്തിരി കടകളുള്ളതുകൊണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്കത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അൽബേനിയയിൽ സ്റ്റേ ചെയ്തില്ല. നമ്മൾ ഓൾറെഡി ഹോട്ടൽസ് അല്ല, നമ്മൾ 1 BHK ഫ്ലാറ്റാണ് ബുക്ക് ചെയ്തതെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ booking.com വഴി ബുക്ക് ചെയ്തായിരുന്നു. നമുക്ക് ഈ റെൻ്റൽ കാറും booking.com വഴി ബുക്ക് ചെയ്യാം. നമുക്ക് സൈറ്റിൽ കയറി അതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ്, അതാണ് കുറച്ചുകൂടെ ലാഭമായിട്ട് നമുക്കിത് കിട്ടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാർ എടുത്തത്. കാർ എടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി booking.com വഴി ബുക്ക് ചെയ്ത 1 BHK അവിടെ ഫ്ലാറ്റിലോട്ട് പോയി. അപ്പം അവിടുത്തെ റെൻ്റൽ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 30 poundsനുള്ളിൽ 1 BHK ഫ്ലാറ്റുകൾ അവിടെ കിട്ടും. പക്ഷേ നമുക്കൊരു 30 pound അതിൻ്റെ അകത്ത് നിൽക്കും നമുക്ക് അതിൻ്റെ ചിലവെന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ അൽബേനിയയിൽ നിന്ന് മോണ്ടിനീഗ്രോയിലോട്ട് പോയി അവിടെ പോയി സ്റ്റേ ചെയ്തു. നമ്മുടെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയത് ബുദ്വ എന്ന് പറയുന്ന അവിടുത്തെ ഹിസ്റ്റോറിക്കൽ ടൗണിലാണ്. അവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് കല്ല് കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു ടൗണാണ്. മൊത്തം ബിൽഡിങ്ങും കല്ല് വെച്ചിട്ട് പണ്ടത്തെ ആൾക്കാരുണ്ടാക്കിയേക്കുന്ന, അവരങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു ടൗണാണ്. ഭയങ്കര രസമാണ് നമുക്ക് അതിൻ്റെ അകത്തോടൊക്കെ കയറി പോകുമ്പം. അവിടെ ഒത്തിരി പള്ളികളും അതുപോലെ തന്നെ ഒത്തിരി ഷോപ്സും ഉണ്ട്. നമുക്ക് അവിടുത്തേതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനും ഒക്കെയുള്ള ഒത്തിരി ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോടൊക്കെ നടക്കുകയായിരുന്നു ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ. പിന്നെ നമ്മൾ കഴിച്ച ഫുഡൊക്കെ അവിടുത്തെ ഫുഡ് തന്നെയായിരുന്നു. അവിടെ മെയിനായിട്ട് കിട്ടുന്ന സീ ഫുഡ്സ് ആണ്. പക്ഷെ നമ്മൾ അല്ലാത്ത ഫുഡൊക്കെയാണ് വാങ്ങി കഴിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ബുദ്വ ടൗൺ ഫുള്ള് നടന്ന് തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. ഒരു കാറ് നിർത്താനുള്ള പാർക്കിംഗ് സൗകര്യം ഉള്ളിടത്ത് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ആ ടൗൺ ഫുള്ള് നടന്ന് കാണാനുള്ള ടൗണാണത്. അപ്പോൾ നടന്ന് കണ്ടു. അവിടെ ഒരു ചേർച്ചും ഒക്കെ നമ്മൾ അകത്ത് കയറി കണ്ടു. അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിൽ തന്നെ പോയി. പിറ്റേ ദിവസം നമ്മൾ പോയത് ബേ ഓഫ് കൊട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് നമ്മൾ മസ്റ്റ് പോകേണ്ട സ്ഥലമാണ്. കാരണം മോണ്ടിനീഗ്രോയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ബേ ഓഫ് കൊട്ടൂർ. അവിടെയാണ് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ മൂന്നാറിനെ എടുത്ത് കടലിൽ വെച്ചതുപോലെ തോന്നിക്കുന്ന സ്ഥലങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയത്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടുന്ന് ജങ്കാറിലാണ്, കാർ ഉൾപ്പെടെ ജങ്കാറിലാണ് പോയത്. അപ്പോൾ അവിടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കടലും അതുപോലെ കുന്നുകളും മലകളും എല്ലാം കാണാൻ നല്ല രസമാണ്. നമ്മൾ ബോട്ടിലായിരിക്കും മിക്കവാറുള്ള ജേണി ഫുള്ള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ കടൽ തീരം നമുക്ക് ഒത്തിരി പഴയ കൊട്ടാരങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ആ ബോട്ടിൽ പോകുമ്പോൾ തന്നെ അവിടുത്തെ ഗൈഡ് പറഞ്ഞു തരും നമുക്ക് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെയാണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ കാർഡ് പലയിടത്തും എടുക്കില്ല. അപ്പോൾ നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി അപ്പോൾ തന്നെ നമ്മൾ പൈസ അവിടുത്തെ കറൻസിയിലോട്ട് നമുക്ക് പൈസ എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കാർഡ് എല്ലായിടത്തും അക്സെപ്റ്റബിൾ അല്ല. അപ്പം പൈസ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ കടയിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റെഫി സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി. അതായത് നമുക്ക് റോഡിൽ കൂടെ പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റെഫി സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ പറ്റും. അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. കടലിൻ്റെ
അകത്ത് തന്നെ ചെറിയതായിട്ടൊരു സ്ഥലം, അവിടെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വെഡ്ഡിങ് ഒക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി. അപ്പോൾ 2 days ഫുൾ നമ്മൾ ഇതാണ് ചെയ്തത്. ഫസ്റ്റ് ഡേ നമ്മൾ ബുഡ്വാ ടൗൺ ഫുള്ള് നടന്ന് കണ്ടു. സെക്കൻഡ് നമ്മൾ ഇതുപോലെ കോട്ടൂരിൽ പോയിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടുത്തെ സീയും ആ സീ ലൈഫൊക്കെ എൻജോയ് ചെയ്യായിരുന്നു നമ്മൾ മെയിനായിട്ട് ചെയ്തത്. 3rd day and 4th ഡേയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ മോണ്ടിനെഗ്രോയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടേക്ക് കെയർ.